ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x²ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയ മക്കളെ, d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് e⁻x ആണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1/√1 ഈ e⁻xന്റെ സ്ഥാനത്ത് ആരാ? എക്സിന്റെ സ്ഥാനത്ത് ആരാണ്? e⁻x. അപ്പൊ ആ e⁻x ദ ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ e⁻xന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? e⁻x വരും. നെക്സ്റ്റ് വൺ നോക്കുക, d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് s² ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√1 ഈ എക്സിന്റെ സ്ഥാനത്ത് ആരടക്കണ? s² അല്ലേ? അപ്പൊ s² ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഈ s²ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് √x. സൈൻ ഇൻവേഴ്സ് ഓഫ് √x എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് √x അല്ലേ എടുക്കണേ? അപ്പൊ √1 - എക്സിന്റെ സ്ഥാനത്ത് ആ √x എഴുതും. √x ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ എന്തിന്റെ ഡെറിവേറ്റീവ് ഓടെ വരും? √xന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2√x ഓടെ വരും. നമ്മുടെ ആൻസർ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ക്ലാസ് ഓർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോ കുട്ടികൾക്ക് 1999 രൂപയ്ക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. താങ്ക് യു.